ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടല്ലോ, അതായത് ഒരു ചെറിയ കുട്ടിയെ നായി വന്ന് കടിക്കുന്ന സീനാണ് നിങ്ങൾക്ക് കണ്ടത്. അത് ചെറിയൊരു സീനൊന്നുമല്ല. കാരണം ആ കുട്ടിയുടെ അമ്മയോ അല്ലെങ്കിൽ ആരോ ഒരു പെണ്ണുങ്ങളെ ആ കൂടെയുണ്ട്. ആ കുട്ടിയെ വന്ന് വലിച്ച് കൊണ്ടുപോകുന്ന ആ സീനാണ് നമ്മൾക്ക് കാണുന്നത്. അപ്പോൾ എത്രത്തോളം അക്രമിയായ നായയാണത്. അപ്പോൾ നമുക്കൊക്കെ നായയെ കാണുമ്പോൾ ഭയങ്കര നിസ്സാരമാണ്. അത് നായയല്ല, പ്രശ്നമില്ല എന്നുള്ള. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് ആ നായയുടെ കുരുട്ട് ബുദ്ധി നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് നമ്മൾ ചെറിയ കുട്ടികളെ ഒറ്റക്ക് വിടുമ്പോഴും അതുപോലെ തന്നെ അതിരാവിലെ മദ്രസയിലും അതുപോലെ തന്നെ സ്കൂളിലും ഒറ്റക്ക് വിടുമ്പോൾ നമ്മൾ വളരെ അധികം സൂക്ഷിക്കണം. ആളുണ്ടാകുമ്പോൾ തന്നെ ഇങ്ങനെ ചെയ്താൽ ഇത്രയെല്ലാം ആളുകൾ ആ നായയെ ഓടിക്കാൻ വേണ്ടി വന്നു, എന്നിട്ട് പോലും ആ നായി വിട്ടു പോകുന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്ക് പറയാം എന്താന്ന്, അതായത് പട്ടിക്ക് പ്രാന്തായിരിക്കും. പട്ടിക്ക് പ്രാന്തൊന്നുമില്ല. പ്രാന്തുണ്ടെങ്കിൽ ആ ചെറിയ കുട്ടിയെ നോട്ടമിട്ട് വന്ന് കടിക്കൂല. അതിനറിയാം അത് ചെറിയൊരു കുട്ടിയാണെന്നുള്ള ആ ബുദ്ധി കൊണ്ട് തന്നെയാണ് അത് വന്നിട്ട് കടിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രാന്ത് എന്ന് പറഞ്ഞിട്ട് നായിനെ വിട്ടാൽ നമ്മൾ ഇതുപോലെ ആയിരിക്കും നമുക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പട്ടിയെ കണ്ടാൽ ഓടിക്കുക. അതുപോലെ തന്നെ കുട്ടികളെ കയ്യിൽ എന്തെങ്കിലും ഒരു വടിയോ എന്തെങ്കിലും അവരെ കയ്യിൽ കരുതാൻ വേണ്ടി നമ്മൾ കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോയി മദ്രസയിലും അംഗനവാടിയിലും സ്കൂളിലും വിടുക. ഇതുപോലുള്ള അക്രമങ്ങൾ ഇല്ലാതാവാൻ വേണ്ടി നമ്മൾ വളരെയധികം സൂക്ഷിക്കുക. അപ്പോൾ ഈ വീഡിയോ എനിക്ക് കിട്ടിയത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി വിചാരിച്ചു. അതേപോലെ തന്നെ ഇത് നിങ്ങളെ എല്ലാവർക്കും, കുട്ടികൾക്ക് എല്ലാവർക്കും ഇത് കാണിച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക. കാരണം കുട്ടികൾക്ക് നായയുടെ ഗൗരവം മനസ്സിലാവൂല. അതുപോലെ തന്നെ നമ്മളും സൂക്ഷിക്കുക, കുട്ടികളെയും സൂക്ഷിക്കുക. കൂടാതെ നിങ്ങൾ എല്ലാവർക്കും ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ആക്രമണം തൊട്ട് നമ്മളെ കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്കെല്ലാവർക്കും. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.